നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോടും പറയാറില്ല. കാരണം നമ്മുടെ വേദനകൾ നമ്മളോട് അവസാനിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓണത്തിന് ഏകദേശം 45 ദിവസമുണ്ട്. ആ 45 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ജോലികൾ, വിശ്രമരഹിതമായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ട സമയമാണ്. കാരണം പച്ചക്കറിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബന്ദിപ്പൂവിനും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പൂക്കൾ കൃഷിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പാവൽ. ആ പാവൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഓണത്തിന് മാർക്കറ്റിൽ അത്യാവശ്യമുള്ള ഒരു ഇനമാണ് പാവൽ. പയർ, പടവളം അതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യപ്പെട്ട ഒന്നാണ്. പച്ചക്കറിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കുള്ള ജോലിയാണ്. പാവൽ കൃഷിയിൽ വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ വെള്ളം നിന്നാണ്. കഴിഞ്ഞ മഴക്ക് ഇവിടെ നന്നായിട്ട് വെള്ളം നിന്ന് ഇപ്പോൾ നമ്മൾ കൊടുത്ത വളങ്ങളെല്ലാം വെള്ളത്തിലൂടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഇനി കൃത്യമായ വളം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ കൊടുത്തിരുന്നത് പ്രധാനമായിട്ടും കൊടുത്തിരുന്നത് കോഴിവളമാണ്. കോഴിവളത്തിന് കൂടാണ്ട് നമ്മൾ ചാണകപ്പൊടി കൊടുത്തു, വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തു. ആദ്യം കുമ്മായം കൊടുത്തതിന് ശേഷം നമ്മൾ ചീമക്കൊന്ന ഇല ഒരു ലെയർ കൊടുത്തു. അതിന് പുറത്താണ് കോഴിവളവും ചാണകപ്പൊടിയും കൊടുത്തത്. ചാണകപ്പൊടിയും കൊടുത്തതിന് ശേഷം വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തു. വേപ്പിൻ പിണ്ണാക്കിന് ശേഷം നമ്മൾ കൊടുത്തത് മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ പുറമെ വരമ്പിൽ നമ്മൾ ഡോളമൈറ്റ് കൊടുത്തു. അത്ര വളങ്ങളാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് കൊടുത്തത്. മറ്റുള്ള പച്ചക്കറി കൃഷിയെപ്പോലെ നമുക്ക് ഒരു പരിചരണക്കുറവ് കൊണ്ടായാൽ അതിൻ്റേതാകുന്ന കുഴപ്പങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും ഒട്ടനവധി രോഗങ്ങൾ, കീടങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു ഇനമാണ് പാവൽ കൃഷി. തൈ നട്ട് ഒരാഴ്ച തികയും മുമ്പ് നമ്മൾ 2 തവണ സൂഡോമോണാക്സ് കൊടുത്തു. അത് സൂഡോമോണാക്സ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ചേർത്ത് കലക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്തു. അത് 2 തവണ കൊടുത്തു. അതിന് ശേഷം 2 തവണ അത് കൊടുത്തതിന് ശേഷം നമ്മൾ വള്ളി വീശുന്ന ഘട്ടത്തിൽ തന്നെ ബിവേറിയ സ്പ്രേ കൊടുത്തു. അതായത് കീടങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സ്പ്രേ കൊടുത്തു, ബിവേറിയ കൊടുത്തു. ബിവേറിയ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വള്ളി കെട്ടി പന്തിലേക്ക് പടർത്തിയത്. പന്തിലേക്ക് പടർന്നു വന്ന ഘട്ടത്തിൽ, അതായത് ഒരു 25 ദിവസമായപ്പോൾ വീണ്ടും ബിവേറിയ കൊടുത്തു. അതിന് ശേഷം നമ്മൾ 25 കഴിഞ്ഞപ്പോൾ 35 ദിവസത്തോളമായി. അപ്പോൾ 25 കഴിഞ്ഞപ്പോൾ 2 തവണ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ 2 തവണ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ സൂഡോമോണാസ് കൊടുത്തു, പിന്നീട് നമ്മൾ ബിവേറിയ കൊടുത്തു, അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്തു. അത് കൂടാണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ NPK 1 തവണ സ്പ്രേ കൊടുത്തു, മൈക്രോ ഫുഡ്, സ്റ്റെയിൻസിൻ്റെ മൈക്രോ ഫുഡ് ഒരു തവണ കൊടുത്തു. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടതിന് ശേഷമാണ് ഈ പന്തലിൽ ഈ സാധനം ഇപ്പോൾ ഇങ്ങനെ കരുത്തോടു കൂടി നിൽക്കുന്നത്. പാവലിൽ നമ്മളെപ്പോഴും പരിചരണം ആവശ്യമുള്ളതാണ്. അതിലൊന്ന് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, പാവലിൻ്റെ അടിയിൽ 1 അടി വരെയുള്ള, അതായത് 30 സെൻറ്റിമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ ചെനപ്പും അതോടൊപ്പം തന്നെ ഇലകളും ചത്തിക്കളഞ്ഞു. രണ്ടാമത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒന്ന്, ഇതുപോലുള്ള ചെനപ്പുകൾ, ഒരു ചെനപ്പുകളും ഞാൻ തണ്ടേ നിർത്താറില്ല. കാരണം നമ്മളപ്പം തന്നെ ഉള്ളത് എല്ലാം ചെത്തിങ്ങനെ കളഞ്ഞില്ലെങ്കിൽ ഇത് പള്ളി പോലെ ഇങ്ങനെ വീശി കിടന്ന് മേലോട്ടുള്ള തണ്ടിന് വളർച്ച കുറഞ്ഞ് കാപിടുത്തത്തിൽ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ തണ്ടിൽ കാ വീണ് തുടങ്ങേണ്ട സമയമാണ്. തണ്ടിൽ താഴ്വശത്തുങ്ങളിൽ കാ വീണ് തുടങ്ങേണ്ടതാണ്. ഇതുപോലെ കാകൾ വീണ് തുടങ്ങണം. അതായത് എങ്കിലും നമുക്ക് താഴെ കുറച്ച് വിളവ് കിട്ടും. ചില ആൾക്കാർ അങ്ങനെയുള്ള ചില ആളുകൾ പൊട്ടങ്കായ എന്നൊക്കെ പറയും ഇവിടെ നാട്ടിലൊക്കെ, പൊട്ടങ്ക അതൊക്കെ എടുത്ത് കളയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കളയത്തില്ല. കാരണം അതുപോലെ നമ്മൾ വിളവായിട്ട് മാറ്റും. അങ്ങനെ ചെറിയ കായായിരിക്കും, ഒരുപാട് മുഴുപ്പൊന്നും ഉണ്ടാകത്തില്ല, എങ്കിലും നല്ല കായ കിട്ടും. അത് നമ്മൾ എടുക്കും. ഇത് കണ്ട, ഈ ഇതുപോലെയുള്ള വള്ളികൾ കൃത്യമായി നമ്മൾ കണ്ടിച്ച് കളയണം. ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞാൽ ഈ തണ്ടിന് നല്ല കരുത്തുണ്ടാകും. ആ കരുത്താണ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെനപ്പോട് കൂടി ഒരുപാട് ചെനപ്പുകൾ വരും. ആ ചെനപ്പിലെല്ലാം കായ് ഇങ്ങനെ വന്ന് വീഴും. പാവൽ കൃഷിയുടെ വില്ലനാണ് കായ്ച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില്ലനല്ല. തുടക്കം മുതലേ, അതായത് പൂ കുത്തുന്നതിന് മുമ്പ് തന്നെ ഫെർമോൺ കെണി സ്ഥാപിച്ചില്ലെങ്കിൽ കായ്ച്ചകൾ രൂക്ഷമാക്കി വന്നുകൊണ്ട് നമ്മുടെ കായ്കളെല്ലാം നശിപ്പിച്ച് കളയും. ഭയങ്കര, നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ വലിയ വില്ലൻ. പയറിന് ചാഴി വില്ലനാണെങ്കിൽ പാവലിൻ്റെ വില്ലൻ കായ്ച്ചയാണ്. ആ കായ്ച്ച തുരത്തണമെങ്കിൽ
നമ്മളിപ്പോൾ 50 സെൻറ്റിലെ പാവൽ കൃഷിയാണ്. ഇവിടെ 3 ഫെർമോൺ കെണി ഇതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് സ്ഥാപിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ 25 സെൻറ്റിൽ ഒരെണ്ണം മതി. പക്ഷേ നമ്മളിതിൻ്റെ ചുറ്റിനും 3 ഫെർമോൺ കെണി സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോടും പറയാറില്ല. കാരണം നമ്മുടെ വേദനകൾ നമ്മളോട് അവസാനിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചില സന്ദർഭങ്ങൾ ചിലത് പറഞ്ഞു പോകും. അത് അത്രയ്ക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ്. ഇത് സങ്കടമൊന്നുമല്ല കേട്ടോ. നല്ല കാറ്റ്, നല്ല മഴ നമ്മുടെ എല്ലാം ദുരിതത്തിലാക്കി. അടുത്ത് നിന്ന തെങ്ങ് നമ്മുടെ പന്തലിലേക്ക് ഇടിച്ചു വീണു. 10-50ഓളം ചോട് പാവൽ നന്നായിട്ട് വളർന്നു വന്നത് പോയി. പന്തലിൻ്റെ കമ്പികളെല്ലാം പൊട്ടിപ്പോയി. ഞാൻ ആ തെങ്ങ് ആയാൽ ഇരിക്കുന്നത്. നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകുമ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമ്മളതിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ പ്രളയത്തിലും നമുക്ക് വെണ്ട ഒരുപാട് 2000ഓളം ചോട് വെണ്ട പോയി. അപ്പോൾ ആ വെണ്ട പോയ ഒരു വീഡിയോയായിട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത്, ഇത്രയും നഷ്ടങ്ങളുണ്ടായിട്ടും ചിരിച്ചുകൊണ്ട് അല്ലേ അതിനെ നേരിടുന്നത്? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, വെള്ളത്തിൽ നമ്മൾ ബക്കറ്റൊക്കെ വെച്ച് നല്ല ഹാപ്പിയോട് കൂടിയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, നിങ്ങൾക്ക് സങ്കടങ്ങളില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ആരോട് സങ്കടം പറയാനാ? നമ്മൾ കൃഷിക്കാരല്ലേ. കർഷകനാകുമ്പോൾ നഷ്ടങ്ങളുണ്ടാകും, ലാഭമുണ്ടാകും. അപ്പോൾ എല്ലാം കർഷകന് അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സങ്കടങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ ഈ തെങ്ങ് നമ്മുടെ പന്തലിലേക്ക് വീണ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ.